ശ്രീരാമായണം കേട്ടവർക്ക് പരിചിതമായതുപോലെ ഹനുമാന്റെ ബാല്യവും അതിലെ അദ്ഭുതങ്ങളും അതിയായ ആസ്വാദ്യമാണ്. ഹനുമാൻ ദിവ്യശക്തിയോടെ ജനിച്ചൊരു മഹാത്മാവായിരുന്നു. വായുദേവന്റെയും അഞ്ജനാദേവിയുടെയും പുത്രൻ. ഒരു ദിവസം പുലർച്ചെ ആകാശത്ത് ഉദയിക്കുന്ന സൂര്യനെ കണ്ട് ഹനുമാൻ വിചാരിച്ചു, ഇത് എന്തൊരു തിളക്കമുള്ള പഴം! ഇതെനിക്ക് ഭക്ഷിക്കാൻ കഴിയുമോ? അപ്പോൾ തന്നെ ബാലഹനുമാൻ ആകാശത്തിലേക്ക് പറന്നു സൂര്യനെ തിന്നാനായി അടുത്തേക്കുയർന്നു. ആ സമയത്ത് ഈ അദ്ഭുതം കണ്ട ദേവതകൾ ഭയപ്പെട്ടു. അവർ വിചാരിച്ചു, ഇവൻ സൂര്യനെ തിന്നുകയാണെങ്കിൽ ലോകത്തിൽ പ്രകാശം ഇല്ലാതാകുമല്ലോ. ഇന്ദ്രൻ അതിവേഗം ഇടപെടുകയും തന്റെ വജ്രായുധം ഉപയോഗിച്ച് ഹനുമാനെ ആക്രമിക്കുകയും ചെയ്തു. ആ പ്രഹാരം ഹനുമാന്റെ താടിയിലേക്ക് വീണു. ഇതുകയാണ്ടാണ് പിന്നീട് ഹനുമാനെ ഹനുമാൻ എന്നു വിളിക്കപ്പെട്ടത്. ഹനു എന്നത് താടി, മാൻ എന്നത് ഉള്ളവൻ. ഇത് കണ്ട വായുദേവൻ അതീവ ദുഃഖിതനായി. തന്റെ പുത്രനോടുണ്ടായ അനീതിയെ കണ്ടു. അവൻ തന്റെ ശ്വാസം പിൻവലിച്ചു. ലോകം മുഴുവൻ ശ്വാസമില്ലാതെ വലഞ്ഞു. ദേവതകൾ അപ്പോൾ ഒരുമിച്ച് ഹനുമാനെ അനുഗ്രഹിച്ചു. അവന് അമാനുഷിക ശക്തികളും മരണരഹിതത്വവും നിഗൂഢജ്ഞാനവും ലഭിച്ചു. വായുദേവൻ സന്തോഷത്തോടെ പുനഃശ്വാസം നൽകുകയും ലോകം വീണ്ടും ജീവശക്തി ലഭിക്കുകയും ചെയ്തു.